വിരമിച്ചാൽ പിന്നെന്താ പ്ലാൻ? വിരമിക്കൽ ജീവിതത്തിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ഹാപ്പിയായി ജീവിക്കുന്ന ഒരു മാഷുണ്ട് അങ്ങ് നായാടൻപൊയിൽ. മമ്പാട് MES കോളേജിൽ നിന്നും വിരമിച്ച മാത്തുണ്ണി മാഷാണ് കൃഷിയും യാത്രകളുമൊക്കെയായി വിരമിക്കൽ ജീവിതം കളറാക്കുന്നത്. ജോലിയിൽ നിന്ന് പടിയിറങ്ങിയ ശേഷം മാത്തുണ്ണി മാഷ് കുറച്ച് സ്ഥലം വാങ്ങി. 5.5 ഏക്കർ സ്ഥലം വാങ്ങി അതിൽ കൃഷിയും ആരംഭിച്ചു. തേയില കൃഷിയിലേക്ക് ഇറങ്ങാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ സമുദ്രനിരപ്പിൽ നിന്നും 3300 അടിയോളം ഉയരത്തിൽ കിടക്കുന്ന ഈ പ്രദേശത്ത് എത്തിയപ്പോഴാണ് തേയില വേണ്ട, കാപ്പി കൃഷി മതി എന്ന തീരുമാനമെടുത്തത്. 5.5 ഏക്കർ സ്ഥലം വാങ്ങി അതിൽ 5 ഏക്കറും കാപ്പി കൃഷി ചെയ്തു. ബാക്കിയുള്ള 50 സെന്റ് സ്ഥലം ഇക്കോ സൗഹൃദ റിസോർട്ടും നിർമ്മിച്ചു. ഇടകൃഷിയായി ഓറഞ്ചുമുണ്ട്. കാപ്പി കൃഷിക്കൊപ്പം 1000-ഓളം ഓറഞ്ച് മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കർഷകൻ മാത്രമല്ല, നല്ലൊരു സഞ്ചാരി കൂടിയാണ് ഈ റിട്ടയർഡ് പ്രൊഫസർ. ഇതിനകം 40 രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ കൃഷിയെ സംരക്ഷിക്കുന്നതിനൊപ്പം ഇവിടെ ഇക്കോ സൗഹൃദ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷിയുള്ളത് ഇവിടെയാണ്. 100 വർഷത്തിലേറെ ആയുസ്സുള്ള കാപ്പിച്ചെടികൾ നീണ്ടകാലം വരുമാനം നൽകും. വന്യമൃഗശല്യം ബാധിക്കാത്ത ഏക കൃഷിയാണ് കാപ്പി കൃഷി. മാത്തുണ്ണി മാഷിപ്പോൾ കൃഷിയിടത്തിൽ സജീവമാണ്. 2 വർഷം കഴിഞ്ഞ ഓറഞ്ച് മരങ്ങളും ഉടൻ കായ്ച്ചു തുടങ്ങും. ഇവിടെ ഊട്ടിക്ക് സമാനമായ കാലാവസ്ഥയാണുള്ളത്. അതിനാൽ തന്നെ കാപ്പി കൃഷിക്കും ഓറഞ്ചിനും ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണിവിടം. കാപ്പി കൃഷി തുടക്കത്തിൽ ഒരു 3 വർഷം മുമ്പ് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. വരവും ചെലവും അങ്ങനെ മീറ്റ് ചെയ്ത് പോവാണ്. കഴിഞ്ഞ വർഷം മുതൽ നല്ല ആദായമാണ്. ഈ വർഷം നല്ല മെച്ചത്തിലാണ്. കാപ്പിക്ക് ഒരു 250 രൂപയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല മെച്ചമാണ്. അപ്പോൾ ഇനി ഇടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്. ആ സ്ഥലത്തൊക്കെ നമ്മൾ കുറച്ച് ഓറഞ്ചും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, റംബൂട്ടാനൊക്കെ. അപ്പോൾ ഇനി കാപ്പി തന്നെ വെക്കാനാണ് ഉദ്ദേശം. ബാക്കിയുള്ള ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് കാപ്പി വെച്ചിട്ട് ഒരു കൃഷി ഒന്നും കൂടി നന്നാക്കാനാണ്. വളരെ സൂക്ഷ്മതയോടെയാണ് മാത്തുണ്ണി തോട്ടം സംരക്ഷിക്കുന്നത്. കാപ്പിക്ക് തണൽ നൽകുന്ന പടുമരങ്ങളുടെ ശിഖരങ്ങൾ ഓരോ വർഷവും വെട്ടിനീക്കും. 2 പ്രാവശ്യം തോട്ടത്തിൽ വളപ്രയോഗവും നടത്തുന്നുണ്ട്. കൃഷി നൽകുന്ന സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണെന്ന് മാത്തുണ്ണി പറയുന്നു. അധ്യാപനം പോലെ തന്നെ സംതൃപ്തി നൽകുന്നതാണത്രേ കൃഷി. ദിവസേന 6 തൊഴിലാളികൾക്ക് ജോലി നൽകാനും തനിക്ക് സാധിക്കുന്നുണ്ടെന്ന് മാഷ് പറയുന്നു. ഒരു കാലത്ത് ഹൈറേഞ്ചിൽ കാപ്പി പ്രധാന കൃഷിയായിരുന്നു. എന്നാൽ വില തകർച്ചയോടെ കർഷകർ കാപ്പി മരങ്ങൾ വെട്ടിനീക്കി മറ്റ് കൃഷികളിലേക്ക് ചുവടുമാറ്റി. എന്നാൽ ഇന്ന് ഏറ്റവും ലാഭമുള്ള കൃഷിയായി കാപ്പി കൃഷി മാറിയെന്ന യുവ കർഷകനും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അനീഷ് അഗസ്റ്റിൻ പറയുന്നു. മുൻകാലങ്ങളിലൊക്കെ കാപ്പിക്ക് വില പറ്റ കുറവായിരുന്നുകൊണ്ട് ആളുകളൊക്കെ കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞ് കാപ്പിയൊക്കെ മുറിച്ചു മാറ്റി മറ്റ് ഫലവൃക്ഷത്തൈകളൊക്കെ വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്നും ഇത് നിലനിർത്തി പോകുന്ന പല ആളുകളും പല തോട്ടങ്ങളും ഇപ്പം നല്ല വരുമാനത്തോടു കൂടി നല്ല ആശ്വാസകരമായിട്ടുള്ള ഒരു വില അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മുന്നോട്ടുള്ള സമയങ്ങളിലൊക്കെ തന്നെ പല ആളുകളും കാപ്പി കൃഷിയിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. പല ആളുകളും പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചന നടത്തുന്നുണ്ട്. ഈ വർഷത്തെ വരുമാനം പ്രതീക്ഷിക്കാത്തൊരു റെക്കോർഡ് വില കാപ്പി കൃഷിക്ക് ലഭിച്ചിരിക്കുകയാണ്.